നമ്പൂരാരുടെ ആഠ്യത്വം പ്രഭുത്വം രണ്ടും ഈ പാലക്കുന്നത്തെ കഴിച്ചേ ഉള്ളൂ. വരാ വരാ. ഞാൻ മുല്ലശ്ശേരി. മനസ്സിലായി മനസ്സിലായി. കൃഷ്ണ ചെല്ലത്തിലല്ല ഇല്ലേ നോക്കി നോക്കണ്ടോ? എല്ലാം ഉണ്ട്. ജ്യേഷ്ഠന്റെ മൂത്ത മകനാണ് കൃഷ്ണ. വരാ ഇരിക്കാം. ഇങ്ങോട്ട് ഇരിക്കാം. അവിടേക്ക് അങ്ങോട്ട് ഇരിക്കാം. നൂറ് കൂട്ടം തിരക്ക് ഒഴിവുണ്ടായിട്ടില്ല. പക്ഷെ കാര്യമല്ലേ വരാണ്ട് വയ്യാലോ. കേട്ടോ മുല്ലശ്ശേരി, ശരിയായ ചിട്ടവട്ടങ്ങളോടെ വിചാരണ നടത്തണമെങ്കിൽ സ്മാർത്തനായി ചെറുകന്നിയൂർ വലിയ പട്ടേലിനെ വരണമെന്ന് ഞാനാ പറഞ്ഞേ. അത് നന്നായി വന്നൂലോ. പാലക്കുന്നത്തപ്പന് ഇനി സമാധാനായിട്ടിരിക്കാം. എന്ത് സമാധാനാ ഒതുക്കോൻ? വാരവും പൂരവും നടക്കണടുത്ത് നമ്പൂരാര് കൂടുമ്പോ ഇനി വെടിവെട്ടത്തിന് വേറെ വിഷയം വല്ലതും വേണോ? നശിപ്പിച്ചു, എല്ലാം നശിപ്പിച്ചു. എന്റെ കാലത്ത് ഇങ്ങനെ ഒരു ദുർഗതി വന്നൂല്ലോ ഭഗവാനെ. അങ്ങനെ വിചാരിക്കണ്ട. ധർമ്മം പാലിക്കണ കാര്യങ്ങളിലും പാലക്കുന്നത്തപ്പം വിട്ടുവീഴ്ച ചെയ്തില്ല എന്ന് ഭൂമി മലയാളം മുഴുവൻ പറയും. വേറെന്താ? അതല്ലേ വേണ്ടത്. മംഗലാംകുന്നിന്റെ കാര്യം സംശയ വരില്ല. മാമ്പറ്റ രാമനും വരുതിക്കര നീലാണ്ടനും എത്താന്നാ പറഞ്ഞത്. മഴേ മോണിൽ കുറെ തന്നെ ഉള്ളു ശാസ്ത്രം. ദാസിപ്പെണ്ണിനെ നടപടിക്രമം കൊണ്ട് പറഞ്ഞു പഠിപ്പിക്കേണ്ടി വരും. മുല്ലശ്ശേരിക്ക് അറിയാലോ. നല്ല വശമുണ്ട്. ഉണ്ണേ, പെണ്ണിനെ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് എവിടെയെങ്കിലും വിളിക്കുക. മുല്ലശ്ശേരി നടപടിക്രമം പറഞ്ഞു കൊടുക്കും. പെട്ടെന്ന് ആയിക്കോട്ടെ. എന്താ കാപ്പി പലഹാരം കഴിച്ചിട്ടാവാം. കൊള്ളിട്ടേവാരം കഴിയട്ടെ. കഴിയട്ടെ. വരാം. ഇയാളുടെ താഴെയുള്ള ആളല്ലേ സഭക്കാരുടെ കൂടെ? കുഞ്ചുണ്ണി. നമ്പൂരിയെ മനുഷ്യനാക്കാൻ നടക്കുന്ന സംഘത്തില് ആ താഴത്തെ പട്ടേല് കഴിഞ്ഞാൽ പിന്നത്തെ പ്രമാണി ഇയാളാത്രേ. ഇവിടെ ഉണ്ട്. അവരുടെ കടലാസുകൾ കണ്ടുണ്ടോ? ശിവ ശിവ, താഴെയുള്ളവർക്കും സ്വജാതി എന്ന് വേളി കഴിക്കണമെന്നാ ഇപ്പൊ വാശി. അതിലും പ്രധാനം വേറെന്നാ അറിയോ? നമ്പൂരാരെ ഒന്നിലധികം വേളി കഴിക്കുന്നതിനാണ് ഭയങ്കര ചീത്ത. മുഖത്താട്ടണം. ഞാൻ 3 വേളി കഴിച്ചു, 2 സംബന്ധവും. താരായ ഇനി ഒപ്പിക്കും ചെയ്യും. പാടില്ല എന്ന് പറയാൻ ഇവരാരാ? അപ്പോ തുടങ്ങണത് രാവിലെ തേവാരം കഴിഞ്ഞ ഓണം തുടങ്ങിക്കളയാ. അപ്പളേ സാധനം എവിടെ ഉണ്ട്? ഒരപ്പരയില്. എത്ര വെച്ചിട്ടാ ഭക്ഷണം എടുക്കുക? ഇത്തിരി എന്തെങ്കിലും കഴിക്കൂ. പാട്ടിത്തള്ളയ്ക്ക് ഇതൊന്നും അത്ര സാരില്ല. ഒന്ന് മുറുക്കി തുപ്പണന്തി എളുപ്പത്തിൽ കഴിയുന്ന എല്ലാരും പറയണേ. സന്ധ്യക്ക് പോയി വെളിച്ചാവണതിന് മുമ്പ് വന്നാ ആരും അറിയാനും പോണില്ല. അടിയും പറയണത് കേൾക്കണം. പിന്നെ എന്ത് വിചാരണ ഇവര് നടത്തുക? നിനക്ക് എന്താ ഇവിടെ കാര്യം? മാധോ കഴിച്ച പാത്രം എടുക്കാൻ വന്നതാ. അതിന് ഞാനുണ്ട്. കുളങ്ങരയിലോ പുറത്തോ പോണമെന്നുണ്ടോ?
കൊളപ്പര മാളികയില് വേണ്ട ഏർപ്പാടൊക്കെ ചെയ്തിട്ടില്ലേ ഒഴിക്കോൻ? പായും തലേണ ഒരു 4 എണ്ണം കൂടി വെപ്പിച്ചോളോ. പരിചയക്കാരും ചിലർ വരില്ലോ. ഇതാ വരുന്നുണ്ട്. വക്കാണത്തിനാണ് ഭാവറിച്ചാൽ പട്ടേരി ആയിരിക്കും സ്മാർത്തന്റെ വേഷം കെട്ടുന്നത്. ഇതൊക്കെ വിചാരണക്കാരും. വിചാരണക്കാരുണ്ട്, വിരുന്നുകാരും ഉണ്ട്. അപ്പൻ ഇവരെ വിളിച്ചു വരുത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതും ചെയ്യേണ്ടത് ഞങ്ങളാണ്. ദൂരത്ത് കളപ്പുരകൾ ചിലതില്ലേ, അതിലൊന്ന് ഒഴിവാക്കി അങ്ങോട്ട് മാറ്റിക്കൂടെ? അവർക്ക് അവകാശപ്പെട്ടതൊക്കെ കെട്ടിബോധിച്ചു എന്ന് ഒപ്പിടിച്ചാൽ മതിയല്ലോ. വളരെ എളുപ്പം. ഈ പൊറാട്ട് നാടകം എന്തിന്? പാലക്കുന്നത്തെ പ്രശസ്തി ഇനിയും പെരുപ്പിക്കാനോ? നിയമം എന്നെ പഠിപ്പിക്കാൻ കോടതി പോയ ആളല്ലേ. നമ്പൂരാരുടെ നിയമം ഞാൻ പറഞ്ഞു തരാം. ദോഷം തെളിഞ്ഞ് പടിയടച്ച് പുറത്താക്കിയാ പിന്നെ സ്വത്തിന് അവകാശമില്ല. അതിപ്പോ വേണേ പഠിച്ചോളൂ. ഭരിക്കുന്നതേ 6-ാം ജോർജ് ആവും. പക്ഷെ ധർമ്മം പാലിക്കേണ്ട നിയമങ്ങളൊന്നും നമ്പൂരി സമുദായം ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. ആ അതും പഠിച്ചോളൂ. കുറ്റം ചെയ്തൊന്ന് ബോധ്യാണല്ലോ, പിന്നെ എന്തിനു വിചാരണ? അതോ കുറ്റക്കാരാരൊക്കെയാണെന്ന് വ്യവസ്ഥയായിട്ട് അറിയാൻ തന്നെ. വേട്ട നമ്പൂരി മരിച്ച് 3 കൊല്ലം കഴിഞ്ഞ ഒരാത്തയന്മാർക്ക് തനിയെ ഗർഭുണ്ടാവോ? ഭ്രഷ്ടായാൽ ആരായാലും പുറത്ത്. 7-1 അവകാശമുള്ള ആളായാലും പുറത്ത്. ദോഷം വന്ന സാധനത്തിന് സംഘക്കാരുടെ സാഹിത്യം പഠിപ്പിച്ചിരുന്നത് ഇയാളായിരുന്നു അത്രേ. സാഹിത്യം മാത്രമാണോ പഠിപ്പിച്ചത്? അതും അറിയണം. നിർത്തുക, അവിടെ നിർത്തുക. കൂടുതൽ വേണ്ട. വിചാരണയിലെല്ലാം പുറത്തു വരുമല്ലോ.